ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുന്ന സാധനങ്ങളിൽ ഈ വസ്ത്രങ്ങളിലൊക്കെ തന്നെ പഴയ വസ്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ആ പഴയ വസ്ത്രങ്ങൾ ഒഴിവാക്കണം. ഇപ്പോഴും രാത്രി ഉറക്കമൊഴിഞ്ഞൊക്കെ ഇവിടെ നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഈ ക്യാമ്പിൽ പ്രധാനമായിട്ട് ഇനി എന്തൊക്കെയാണ് ആവശ്യം എന്ന് പറയുന്നത്? വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ എന്തായാലും എപ്പോഴും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ദുരിതത്തിൽ അവരെ ബന്ധുക്കൾ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വസ്ത്രം ആവശ്യമുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിലൊന്നുമില്ല ഇപ്പോൾ നിലവിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എത്ര വസ്ത്രം എത്ര വന്നാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ നിലവിൽ ഇപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം പുതിയതായിരിക്കണം. അതായത് ഓൾറെഡി അറിയാലോ അവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും. ആ സമയത്ത് നമ്മൾ പഴയൊരു വസ്ത്രം കൊടുക്കാൻ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വട്ടം പറയുന്നുണ്ട്, പല രീതികളും മീഡിയ വഴിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവരുന്നത്, പാകം ചെയ്ത വസ്തുക്കൾ ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ്? പാചകം ചെയ്ത ഭക്ഷണം കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ശരി, ഇല്ല, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കിട്ടുന്ന കുറവാണ്. പക്ഷേ പെട്ടെന്ന് കേടുവരുന്ന ഭക്ഷണങ്ങൾ ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബ്രെഡ് പോലത്തെ കാര്യങ്ങൾ, ക്രീം ബന്ന് പോലത്തെ പെട്ടെന്ന് കഴിച്ച് തീർക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിനോടൊപ്പം അരിയോ അല്ലെങ്കിൽ ചെറുപയറോ കടലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിന് ശേഷം മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അറിയാം. എന്തായാലും ഒരു 5-6 മാസത്തേക്കുള്ള മുമ്പോട്ട് നമ്മൾ എന്തായാലും കാണുന്നതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ രാത്രിയും സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സേവനം ഉണ്ടല്ലേ? ഉറപ്പായിട്ടും. അതായത് നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതല്ലാണ്ട് ഒരുപാട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ടല്ലോ. അപ്പം ഒരുപാട് പേര് ഇപ്പോഴും ലൈവായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. രാവിലെയൊക്കെ കൂടുതലും സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഉറപ്പായിട്ടും. രാവിലെ ഒരു രാത്രി സമയത്താണ് കുറച്ച് കുറവുള്ളത്. സ്വാഭാവികമായിട്ടും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ ഒരു 8:30 തൊട്ട് വൈകുന്നേരം ഒരു 7 വരെ 8 മണി വരെയൊക്കെ ഫുൾ ആൾക്കാരുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്ന്? ഞങ്ങൾ ഓക്കേസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തകരാണ്. എന്റെ പേര് ഷമീർ മുക്കം, ജീവകാരുണ്യ പ്രവർത്തകനാണ്. ഈ ഭക്ഷണം കൊണ്ടുവന്നാണോ? ഭക്ഷണം ഞങ്ങൾ ഇന്നലെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇന്നലെ സാറ് പറഞ്ഞ പോലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പഴയ ഡ്രസ്സുകൾ ഇന്നലെ ഞങ്ങൾ കളക്ട് ചെയ്തപ്പോൾ ഒരുപാട് പഴയ ഡ്രസ്സുകൾ കണ്ടതിനെതിരെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബ്രെഡുകൾ, ഡേറ്റ് കഴിഞ്ഞ ബ്രെഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ദൗർബല്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന ആളുകൾക്ക് പഴയ ഡ്രസ്സുകളും പഴയ ഭക്ഷണങ്ങളും കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായ കുടുംബങ്ങളാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. മേഡം എവിടെ? ഞാൻ ബേപ്പൂരിൽ നിന്നാണ്. OKS ഇന്റർനാഷണൽ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ചെയർപേഴ്സൺ ആണ്. നമ്മളെ മെമ്പേഴ്സാണ് ഇതൊക്കെ. നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ സജീവമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് അവിടുന്ന് കിടക്കുന്ന മയ്യത്തുകൾ എടുത്ത് ആംബുലൻസിൽ കയറ്റാനൊക്കെ നമ്മളെ മെമ്പേഴ്സ് തന്നെ ഉണ്ടായത്. ഇത് നമുക്കൊരു സഹായമായിട്ട് വന്നൊരു മോനാണ് അർഷിക്ക്. പക്ഷെ ആളും ഇതിന് ക്ലീൻ ചെയ്യാനും മയ്യത്തെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിച്ച ആള് ഞങ്ങളോട് റിക്വസ്റ്റ് പോലെ ചോദിച്ചതാണ്. എത്രത്തോളം സന്നദ്ധ പ്രവർത്തകർ ഇവിടെയാണ് സഹകരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചൂരൽമല ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട്? നമ്മൾ ചൂരൽ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ ക്യാമ്പിൽ ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുക, ഇവിടെ പ്രവർത്തകരെ കൂടെ നമ്മളെ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് ഇപ്പോൾ അതല്ലേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു കൊടുത്ത് നമ്മൾ എല്ലാ പ്രവർത്തകരും നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നുകൂടി. എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ടുണ്ട്? ജസ്റ്റ് പറയാണ്ട്, നിങ്ങൾ ദയവ് വിചാരിച്ച് പഴയ ഡ്രസ്സുകളും അതേപോലെ പഴയ ഭക്ഷണ സാധനങ്ങളും കൊണ്ടും ചുരം കയറി വരണ്ട. കാരണം ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ചെയ്തതിന് ശേഷം കുറെ കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ്. കാരണം ഒരു രാത്രി കൊണ്ട് ഒന്നും ഇല്ലാതായ ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവരെ മാനസിക നിലയങ്ങളൊന്ന് മനസ്സിലാക്കണം. അതേപോലെ ഫോട്ടോഷൂട്ട് എടുക്കാനും അതേപോലെ ഇവിടെ വെറുതെ കുറേ പ്രവർത്തകർ വന്നിട്ട് വെറുതെ ഫോട്ടോഷൂട്ട് എടുത്ത് പോകുന്നൊരു പ്രവണത ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ച് മനുഷ്യനായി കാണുന്ന ഒരു രീതി കൊണ്ടുവരണം. കാരണം നമ്മൾ വിചാരിക്കുന്നത് എത്ര ആയത്തിലാണ് ഇവിടെ. കാരണം ഇപ്പോൾ ഒരു കുട്ടീനെ കണ്ടു, 2 ഭാഗം പോയി മുഖം ചതഞ്ഞിരുന്ന് അതിനെ കുളിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അത്രക്കും മാനസികാശ്മത്തോടെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നമ്മളെ കുടുംബം വിട്ട് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഈ സഹജീവികളോടുള്ളൊരു എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കിതാ പറയാനുള്ളൂ, പഴയ ഭക്ഷണങ്ങളും പഴയ ഡ്രസ്സുകളും കൊണ്ടുപോകാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തു എന്നാകരുത്. മനസ്സിലായോ? അവർ ചുരം കയറി ആരും വരണ്ട പഴയ ഡ്രസ്സും കൊണ്ട്. അത് ഇന്നലെ ഞാൻ കട്ടച്ച പറഞ്ഞതാണ്. അപ്പോൾ ഇതൊന്ന് കേൾക്കുന്നവരും മാനസികമായിട്ടൊന്ന് മനസ്സിലാക്കുക. ആർക്കും ഒരു സ്ഥലത്തും ഇനി ഇതേപോലൊരു അപകടം നമ്മളെ കേരളത്തിൽ വരാതിരിക്കട്ടെ എന്നും കൂടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ.